ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറയാനാണ് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനെ ടോപ്പ് അപ്പ് ചെയ്യാനും ഷാർജ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ നമ്മൾ വീട്ടിൽ പൊങ്ങപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനും പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് നെയ്ച്ചോറ് ഇതിനെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ട്യൂട്ടി ഫ്രൂട്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കും. നമുക്ക് തന്നെ കാണാൻ ഭംഗിയാകുമ്പോഴാണല്ലോ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്യൂട്ടി ഫ്രൂട്ടി വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഉടനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓടുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോകാം. ഈ ഒരു പപ്പായ ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം പഴുക്കാത്ത പപ്പായ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് പിന്നീട് കറി വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത ബാക്കി ഈ ഭാഗമില്ലേ ഇത് കൊണ്ടിട്ട് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതിനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിതിൻ്റെ തൊണ്ട് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം തൊണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ തൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ തൊണ്ട് നമ്മുടെ പപ്പായയിൽ ഇരിക്കാൻ പാടില്ല. എല്ലാ തൊണ്ടും നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തുനിന്നും ഇത് കണ്ടോ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കണം. അതുകൊണ്ട് ഉള്ളിലുള്ള ഭാഗം ഇപ്പം നമ്മൾ ചെത്തി കളഞ്ഞതുപോലെ തന്നെ ചെത്തി മാറ്റണം കേട്ടോ. ഇത് കണ്ടോ ഉള്ളിലെ പീസ് നല്ല ഡീപ്പായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെത്തി കളയണം. അപ്പോൾ ഇനി നമുക്ക് എല്ലാ പപ്പായയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ ട്യൂട്ടി ഫ്രൂട്ടി അതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അധികം വലുതാക്കാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അധികം വലുതായാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേനും അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് തന്നെ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാ പപ്പായയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനൊരു 2 പ്രാവശ്യം ഇത് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിത് കഴുകിയത് ഈ ഒരു ബൗളിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ കഴുകിയെടുത്ത പപ്പായ മൊത്തം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പപ്പായ മൊത്തം മുങ്ങി കിടക്കത്തക്ക വണ്ണം നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ അടപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 7 മിനിറ്റ് കൂടുതൽ നമ്മളിത് അടപ്പിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 7 മിനിറ്റ് ഞാനിത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിത് കോരി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബൗളിന് 4 ബൗള് പപ്പായയാണ് നമ്മളിവിടെ എടുത്തത്. അതിലൊരു ഭാഗം പഞ്ചസാരയാണ് നമ്മളെടുത്തത്. ഇതിലേക്ക് ഈ ഒരു ബൗള് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബൗള് പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് 2 ബൗളും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര പാനിയാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചത് നല്ല പഞ്ചസാര പാനിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പപ്പായ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് ഇതിലേക്ക് 1/4 സ്പൂൺ വാനില എസൻസ് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് സമയവും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ വാനില എസൻസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 10 മിനിറ്റ് ഞാനിത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വേവ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അമർന്ന് പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേവ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം. ഭയങ്കരമായിട്ട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു 4 ഗ്ലാസ് ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് ബൗൾ തന്നെ എന്തായാലും എടുക്കണം കേട്ടോ, കാരണം നമുക്കിത് കുറച്ച് സമയം ഇതിൽ വെച്ചിരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഗ്ലാസ് ബൗൾ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പൗഡർ കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. കുറച്ച് പൗഡർ നമ്മുടെ പഞ്ചസാര പാനിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ആദ്യം ഒഴിച്ചത് ഓറഞ്ച് കളറാണ്, രണ്ടാമത് ഞാൻ യെല്ലോ കളറാണ് ഇപ്പോൾ ഒഴിച്ചത്. അപ്പോൾ നമ്മൾ കളറ് ഒഴിക്കുന്ന സമയത്ത് സ്പൂൺ എല്ലാത്തിനും ഒരെണ്ണം തന്നെ യൂസ് ചെയ്യാതെ നോക്കണം കേട്ടോ. കളർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് കഴുകി തന്നെ യൂസ് ചെയ്യുക സ്പൂൺ. ഇപ്പോൾ ഞാൻ ഗ്രീൻ കളറും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ചരുവത്തിൽ ബാക്കിയുള്ള പഞ്ചസാര പാനി നമുക്ക് ഈ ഗ്ലാസ് ബൗളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പപ്പായ പഞ്ചസാര പാനിയിൽ മുങ്ങി വേണം കിടക്കാൻ. കണ്ടോ, ഇതിൻ്റെ ഒപ്പം മേളിൽ പൊങ്ങി നിൽക്കത്തക്കവണ്ണം നമുക്ക് ഈ പഞ്ചസാര പാനി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു 12 മണിക്കൂർ സമയം നമുക്കിത് കളർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട്, കാരണം ഉറുമ്പ് കയറാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് വേറൊരു 4 പാത്രവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ടിഷ്യൂ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ തുണി 2-3 ആയിട്ട് മടക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ അരിപ്പയിലോട്ട് ഞാൻ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി കോരി എടുക്കുകയാണ്. കാരണം ഇത് പഞ്ചസാര പാനിയിൽ മുങ്ങി കിടക്കുകയാണല്ലോ. അതിൽ നിന്ന് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇത് കോരി എടുത്തിട്ട് ഓരോ കളറും ഓരോ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണത് ഇതിൽ ഈ പഞ്ചസാര പാനി ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയം നമുക്കിതിങ്ങനെ ഈ പാത്രത്തിൽ വെക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് 2 അല്ലെങ്കിൽ 1 മണിക്കൂറോ നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ സമയം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഈ ബൗളിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് എന്തായാലും വീട്ടിൽ കുറച്ച് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ നമ്മൾ ഈ ട്യൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എത്ര സിമ്പിളായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ പപ്പായ എവിടെയെങ്കിലും കിട്ടുമ്പോഴത്തേനും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും ഇത് കുറച്ച് വീട്ടിൽ ഉണ്ടാക്കി ഒരു ഡബ്ബയിലടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാളിത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണം, ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണത്. കാരണം മിക്ക സാധനങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.